ഉന്നത വിദ്യാഭ്യാസം തടസ്സപ്പെടാതിരിക്കാൻ ചൂരൽമലയിലെ മുഹമ്മദ് നബീലിന് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് ഒരു ദിവസം കൊണ്ട് കൈമാറി വിദ്യാഭ്യാസ വകുപ്പ്. മേപ്പാടി GVHSSൽ നടന്ന ചടങ്ങിലാണ് നബീലിന് സർട്ടിഫിക്കറ്റ് കൈമാറിയത്. ആഗസ്റ്റ് 14 മുഹമ്മദ് നബീലിന് കേന്ദ്ര സർവകലാശാലയിൽ പ്രവേശനം. ജീവനൊഴികെ എല്ലാം ഉരുൾക്കൊണ്ടുപോയപ്പോൾ ചൂരൽമലയിലെ മുഹമ്മദ് നബീലിന് സർട്ടിഫിക്കറ്റുകളും നഷ്ടമായി. മേപ്പാടി GVHSലെ അധ്യാപകർ വിവരമറിഞ്ഞപ്പോൾ നബീലിന്റെ ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ ഹൃദയത്തിൽ പതിഞ്ഞു. സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതം തീരുമെന്നായിരുന്നു വാക്കുകൾ. പിന്നീട് ആ കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം മാത്രമായിരുന്നു അധ്യാപകരുടെ ലക്ഷ്യം. ഞങ്ങളൊരു മിഷൻ പോലെ തന്നെയാണ് അത് ഏറ്റെടുത്തത്. പക്ഷേ ആ മിഷനിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സന്തോഷം, അതിൽ ഒരു അപേക്ഷയായിട്ട് വന്ന് ഈ കുട്ടി സ്വതവേ അവനൊരു ഒരു പാവം കാര്യങ്ങളൊന്നും വെട്ടി തുറന്ന് പറയുന്നൊരു സ്വഭാവക്കാരനായിരുന്നില്ല. അപ്പോൾ അവൻ്റെ അപേക്ഷ നോക്കിയപ്പോൾ അതിൽ ആഗസ്റ്റ് 14 ഒരു ഡേറ്റ് കോട്ട് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് സാറേ പെട്ടെന്ന് കിട്ടണം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ DO ഓഫീസിലുള്ള സെക്ഷൻ ക്ലർക്കിനെ വിളിച്ചു. പറഞ്ഞു ഇങ്ങനെയൊരു കേസ് എന്ന് പറഞ്ഞു. സെക്ഷൻ ക്ലർക്ക് എന്നോട് പറഞ്ഞു ഉടനെ തന്നെ അതെന്ത് ചെയ്യും, ഇപ്പം തന്നെ എനിക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മെയിൽ ചെയ്തു. പിന്നെ അതിന് ഫോളോ അപ്പ് നടത്തി. നമ്മൾ ഇതിലുണ്ടായൊരു മെച്ചം അത് കൃത്യമായിട്ട് അതിൻ്റെ പുറകെ നമ്മൾ പോയി ഫോളോ അപ്പ് ചെയ്തു. രാവിലെ തന്നെ സ്ത്രീ തന്നെ തിരിച്ചു വിളിക്കുന്നു. മിനിസ്റ്റർ സ്കൂളിലേക്ക് വരും, ഇവിടേക്ക് വരും. അപ്പോൾ ഒന്ന് ആ മോനെ കാണാൻ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വയനാട്ടിലെത്തിയപ്പോൾ നബീലിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒറ്റ ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കി. എല്ലാം നഷ്ടമായെന്ന് കരുതിയിടത്ത് തുടർപഠനത്തിന്റെ ആശ്വാസത്തിലാണ് നബീൽ. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ കഫേ പോയി. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ ഹെഡ് മാസ്റ്ററിനടുത്ത് കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ അങ്ങനെ ഡയറക്റ്റ് അയച്ച്. പിന്നെ പിറ്റേന്ന് രാവിലെ അവർ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ മന്ത്രി വരുന്നുണ്ട്, മിനിസ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ പോയി കാണാൻ. അപ്പോൾ ഞാൻ അങ്ങനെ പോയി കണ്ട്. അപ്പോൾ അവിടെ ഒരു ജോയിൻറ്റ് കമ്മിറ്റി ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ഒരു ആപ്ലിക്കേഷൻ എഴുതി, അവരാണ് മന്ത്രിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.